ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു വാർത്തയിലേക്ക് എറണാകുളം ഗാന്ധി പ്രതിമയ്ക്ക് സമീപത്തുള്ള പോസ്റ്റ്മെട്രിക് ഹോസ്റ്റലിലെ മരത്തിൽ കണ്ട പെരുമ്പാമ്പിനെ പിടികൂടി എന്ന വാർത്ത ഇപ്പോൾ വരുന്നു. വിഷ്ണു സുരേഷ് അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. വിഷ്ണു, എപ്പോഴാണ് ഈ പെരുമ്പാമ്പിനെ പിടികൂടിയത്? അതിനെ പിടിക്കാനുള്ള ഒരുപാട് ശ്രമങ്ങൾ നേരത്തെ നടത്തിയതാണ്. പാമ്പ് താഴേക്ക് സ്വമേധയാ വരട്ടെ എന്നൊക്കെയുള്ള തീരുമാനങ്ങൾ നേരത്തെ എടുത്തിരുന്നു. എങ്ങനെയാണ് ഇപ്പോൾ പാമ്പിനെ പിടികൂടിയത്? അതിനു മുമ്പ് ആ പാമ്പിനെ പിടികൂടിയ ആളുടെ പ്രതികരണം കൂടി ലഭിച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം. ഓക്കെ, പ്രജിൻ, നിലവിൽ ആ പാമ്പിനെ പിടികൂടിയിരിക്കുന്നു. ഏകദേശം 10 മണിക്കൂറോളമാണ് പാമ്പിനെ പിടികൂടുന്നതിന് വേണ്ടി എടുത്ത സമയം. രാവിലെ 9:30ക്കാണ് പാമ്പ് ഈ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലിന്റെ വാഗമരത്തിന് മുകളിലേക്ക് കയറിയിരുന്നത്. അതിനുശേഷം ഏകദേശം 10 മണിക്കൂർ പിന്നിടുന്നു. ആദ്യം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി, അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ് എത്തി. വെള്ളം ചീറ്റിച്ച ശേഷം പാമ്പിന് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കി താഴെ വീഴ്ത്തി അതിനെ എടുക്കാം എന്നാണ് കരുതിയെങ്കിൽ പോലും പക്ഷെ അത് സാധ്യമായില്ല. നിലവിൽ പാമ്പ് ഒരു വൈകിട്ടോടുകൂടി തന്നെ വളരെ മൂവ്മെന്റ്, ഒരു 7 മണിയോടുകൂടി തന്നെ കാര്യമായി തന്നെ മൂവ്മെന്റ് പാമ്പിനുണ്ടായിരുന്നു. ഉച്ച സമയത്ത് പാമ്പ് ഒരു സ്ഥലത്ത് മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അപ്പോൾ വൈകിട്ടോടുകൂടി പാമ്പ് ഒരു സ്ഥലത്ത് മാത്രമല്ല മറ്റിടങ്ങളിലേക്കൊക്കെ മാറുന്ന സാഹചര്യമുണ്ടായി. അപ്പോഴാണ് ഈ റെസ്ക്യൂ ഓപ്പറേഷൻ ചെയ്ത ആളുകൾ അവര് മറ്റൊരു വടി ഉപയോഗിച്ച് ഈ മരത്തിന്റെ മറ്റൊരു ചില്ലയിൽ ശബ്ദമുണ്ടാക്കി. അങ്ങനെ പാമ്പ് തനിയെ നിലത്തേക്ക് വീഴുകയായിരുന്നു. കൃത്യമായി മണ്ണിൽ തന്നെയാണ് വീണത്. അതുകൊണ്ട് മറ്റ് അപകടങ്ങളൊന്നും സംഭവിച്ചില്ല. നേരത്തെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഏതെങ്കിലും തരത്തിൽ മുകളിലേക്ക് വെള്ളമടിക്കുമ്പോൾ ഇത് താഴെ വീണാൽ ഇതിന് പരിക്ക് പറ്റാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ നിലവിൽ അങ്ങനെയുള്ള റിസ്ക് എലമെന്റ് ഒന്നും ഉണ്ടായില്ല. കൃത്യമായി തന്നെ അത് മണ്ണിൽ വീണു. തൊട്ടടുത്ത് ഈ സ്നേക്ക് റെസ്ക്യൂ ടീം ഉണ്ടായിരുന്നു. അവർ വളരെ കൃത്യമായി തന്നെ ഇതിനെ പിടികൂടി. ഈ കാണുന്ന ദൃശ്യങ്ങൾ കാണുന്ന ചേട്ടനാണ് രാവിലെ തൊട്ട് ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ പാമ്പ് സേഫാണ്. റെസ്ക്യൂ ചെയ്തു. അത് ഒരു ശല്യമില്ലാണ്ട് റെസ്ക്യൂ ചെയ്തു. 10 മണിക്കൂറായി. അതെ, 10 മണിക്കൂറായി. ഇപ്പോൾ ഇതിന് നമ്മുടെ സോഷ്യൽ ഫോറസ്റ്റ് ഇടപ്പള്ളിയിലേക്ക് എന്നെ കൈമാറും. രാത്രി സമയത്ത് എന്താണ് ഇതിന്റെ അഡ്വാൻറ്റേജ് നമുക്ക് ഉണ്ടായിരുന്നു? ഇപ്പോൾ എപ്പോഴാണെങ്കിലും സെയിം തന്നെ. നമുക്ക് എങ്ങനെ വന്നാലും പാമ്പിനെ നമ്മൾ പിടിക്കും. അതിന്റെ അല്ല, നമുക്ക് ആ സാധനം അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി കുഴപ്പമില്ലാണ്ട് കിട്ടണമെന്നുള്ളായിരുന്നു കാര്യം. അല്ലെങ്കിൽ രാവിലെ ഫയർഫോഴ്സ് വന്നപ്പോൾ നമുക്ക് വെള്ളം അടിക്കായിരുന്നു. പക്ഷെ അപ്പോഴും അതിനെ വെറുതെ ഡിസ്റ്റർബ് ചെയ്ത് താഴത്ത് ഇട്ട് കഴിഞ്ഞാൽ അത് വല്ല ഇരുമ്പിന്റെ പൊക്കത്ത് വന്ന് വീണാൽ അത് ചത്തുപോകും. അതുകൊണ്ടാണ് നമ്മൾ അത്രയും വെയിറ്റ് ചെയ്തത്. എന്റെ പേര് ജോൺ രാജേഷ്. പുള്ളിയാണ് രാവിലെ 9:15 മുതൽ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ അത് സംഭവിച്ചിരിക്കുന്നത് രാവിലെ മുതൽ നഗരത്തെ കൗതുകം കൊണ്ടും ആശങ്ക കൊണ്ടും ഒക്കെ മുൾമുനയിൽ നിർത്തിയ മലമ്പാമ്പിനെയാണ് ഇപ്പോൾ വളരെ വിദഗ്ധമായി തന്നെ ഈ സ്നേക്ക് റെസ്ക്യൂ ടീം പിടികൂടിയിരിക്കുന്നത്. ആ പാമ്പുമായി അത് എടപ്പള്ളിയിലുള്ള സോഷ്യൽ ഫോറസ്ട്രിയിൽ ഏൽപ്പിക്കും എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്നാലും വലിയ ആശ്വാസമാണ്. അവിടെ കൊച്ചിയിൽ നേരത്തെ രാവിലെ 10 മണിയോടുകൂടി കണ്ടതാണ് ഈ പാമ്പിനെ മരത്തിന് മുകളിൽ. അതിപ്പോൾ അതിനെ പിടികൂടി അതിനെ സോഷ്യൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് കൊണ്ടുപോവുകയാണ്, കൈമാറാൻ കൊണ്ടുപോവുകയാണ്. രാത്രി സമയത്ത് പാമ്പ് സ്വമേധയാ താഴേക്ക് ഇറങ്ങി വന്ന സമയത്താണ് അതിനെ പിടികൂടാൻ കഴിഞ്ഞത് എന്നാണ് ഇപ്പോൾ റെസ്ക്യൂ നടത്തിയ ആൾ തന്നെ പ്രതികരിച്ചത്. വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.